സൽക്കർമ്മത്തിലും ആ നീതിയിലും നിറഞ്ഞു നിന്നിരുന്ന വലിയൊരു സമൂഹം. ആ സമൂഹത്തെ വളരെ ഉത്കൃഷ്ടമായിട്ടാണ് എന്താണ് പ്രവാചകൻ എന്താണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയെ വളരെ ഉത്കൃഷ്ടമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ഒരാളുടെ ജീവിതം പറഞ്ഞത്. അപ്പോൾ അതിനെ വളരെ മനോഹരമാക്കുക എന്നുള്ളത്. അപ്പോൾ ജീവിതം മനോഹരമാക്കണമെങ്കിൽ എന്താണ് ഒരാളുടെ മനസ്സ് നന്നാവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകന്റെ ആ ഒരു മനസ്സ് നന്നാവുക കൊണ്ടായിരിക്കും എന്താണ് ഇത്തരത്തിൽ ജീവിതം എന്താണ് വളരെ ആസ്വാദകരമായിട്ട് നമുക്ക് എന്താണ് ആസ്വദിക്കാനും സാധിച്ചത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കഥ എന്താണ് ഓർമ്മ വരുന്നത് പ്രവാചകന്റെ ആ ജീവിത ശൈലിയെ കുറിച്ച് പറയുമ്പോൾ? പ്രവാചകന്റെ ജീവിത ശൈലിയിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, പ്രവാചകൻ എന്ത് കാര്യം ചെയ്യുമ്പോൾ നിത്യമായിട്ട് ചെയ്യുന്നുള്ളതാണ്. അഹബുൽ അമാലു ഇലല്ലാഹി അതുഹുമോ വൈൻ കല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് അള്ളാഹ് ഇഷ്ടപ്പെടണമെങ്കിൽ നിരന്തരം ചെയ്യണം. ചെറിയ കാര്യം പോലും നിരന്തരം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. അതുപോലെ നമ്മൾ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകനെ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭരണാധികാരികൾ കടന്നു പോയിട്ടുണ്ട്, അവരെ സ്വാധീനിച്ച ആൾക്കാരുണ്ട്. എങ്കിൽ പ്രവാചകനെ മാത്രം എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആളുകൾ സ്വാധീനിക്കുന്നുള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ആക്കി പ്രവാചകനെ മാത്രം പറയാൻ കാരണം? അവിടെ പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി, ജീവിത രീതി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഇടായിട്ട് ഇൻസിഡന്റ് നടന്നൊരു പഠനം ഉണ്ടായിരുന്നു. അതായത് സൈഫുർ റഹ്മാൻ അദ്ദേഹത്തിന്റെ അർ റഹീഖ് അൽ മഖ്തൂം എന്ന് പറയുന്ന ഒരു പഠനം. ആ പഠനത്തിൽ പ്രവാചകന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണ രീതികളെ കുറിച്ച് മൊത്തത്തിൽ പ്രവാചകന്റെ ജീവിതശൈലി എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെയുള്ള മൊത്തത്തിൽ വളരെ അത്ഭുതകരമായിട്ട് പറയുന്ന ഒരു പഠനമാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എന്താണ് പ്രവാചകനെ പഠിക്കുന്ന ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഇതിലൊന്നും ഉണ്ട്. അതുകൊണ്ടാണ് ആ ജീവിതശൈലി എന്താണ് കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വലിയൊരു പാഠമായിട്ട് എന്താണ് പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത് ഉണ്ട്. പാഠം, അതായത് ഇപ്പൊ സൽസബീൽ പറഞ്ഞ പോലെ പ്രവാചകന്റെ പാഠങ്ങൾ പറയുമ്പോഴേ നമുക്കറിയാം, കേട്ട് പരിചയമുള്ള കഥയാണ് മക്കാ വിജയം. അത് വലിയൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയുള്ള സംഭവമാണ്. ആ ഒരു സംഭവത്തിൽ തന്നെ പ്രവാചകൻ എങ്ങനെയാണ് തന്റെ ശത്രുക്കൾ നേരിട്ടത് എന്നുള്ളത് ഇന്നത്തെ ഭരണകൂടങ്ങൾക്ക് വലിയ പാഠമാണ്. അത് അസ്തമിക്കാത്ത പാഠമാണ്. പ്രവാചകനെ ആക്രമിച്ച ഖുറൈശികള് അവരൊക്കെ പ്രവാചകനെ പിന്നീട് മക്ക വിജയം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളെ കൊല്ലും, അങ്ങനെ മുട്ടുമടക്കിയിരുന്നു. ആ സമയത്ത് പ്രവാചകന്റെ നിലപാട് നേരെ വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും മാപ്പ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോ ഒരാള് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് പ്രവാചകൻ കടന്നു വരുന്നത് സമീപനം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സഹവർത്തിത്വം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് സഹവർത്തിത്വം. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തും ജീവിതത്തിലൂടെ നീളം കൊണ്ടുവന്നുള്ളതാണ്. ഇസ്ലാമിന്റെ നിലപാട് തന്നെ ലക്കും ദീനിക്കും വലിയ ദീൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നുള്ളതാണ്. പ്രവാചകൻ അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഉടനീളം. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരിക്കലും ജൂതന്റെ ശവശരീരം കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ. ആ സമയത്ത് പ്രവാചകൻ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ സഹാബത്തുകൾ പറയുന്നുണ്ട്, എന്തിനാണ് ഈ ഒരു അന്യവസ്ത്രല്ലേ എന്നുള്ളത്. പ്രവാചകൻ ആ സമയത്ത് പറയുന്നത് അതും ഒരു ശരിയാണ്, ഒരു മനുഷ്യനാണ്. അപ്പൊ മനുഷ്യ പരിഗണന നൽകി മറ്റു മതസ്ഥരെയും ബഹുമാനിക്കാൻ പ്രവാചകൻ സ്വലാസ്തങ്ങൾ മനുഷ്യമൂല്യങ്ങൾക്ക് വല്ലാണ്ട് വില നൽകി. വല്ലാത്തൊരു വലിയൊരു പാഠങ്ങൾ നൽകുന്ന ഇന്നത്തെ ലോകത്തിന് ഏറ്റവും വലിയൊരു കൺസെപ്റ്റാണ് പ്രവാചകൻ അങ്ങനെ ഒരു മനുഷ്യമൂല്യമുള്ളതാണ്. മതങ്ങളെയും മനുഷ്യനെയും ഒക്കെ പരിഗണിക്കുന്നത്. അപ്പം ഈ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റി, ഈ സൊസൈറ്റിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജ് ആണ് അത്. അപ്പൊ ആ സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കത് വളരെ ഉപകാരം മറ്റു കോൺഫ്ലിക്ട് റെസൊല്യൂഷനിലൂടെ എന്താണ് നടപ്പാക്കാൻ സാധിക്കും. അപ്പൊ അത് വലിയൊരു മാതൃകയായിട്ട് എന്താണ് പ്രവാചകൻ നമുക്ക് എന്താണ് കാണിച്ചെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്ന സാധനം. അപ്പോൾ സ്നേഹബന്ധങ്ങൾക്ക് എന്താണ് വളരെ വില കൽപ്പിക്കുന്ന ഇന്നത്തെ കാലത്ത്. നമ്മളിപ്പോ ഇവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പിൾസിന്റെ ഇടയിൽ, അതുപോലെ തന്നെ പാരന്റ്സിന്റെ ഇടയിൽ, അപ്പൊ പാരന്റ്സ് മക്കൾക്ക് തന്നെ, അപ്പൊ എല്ലായിടത്തും സ്നേഹബന്ധം എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് അതിന് വരെ അവയർനെസ് കൊടുക്കുന്നതാണ് ഒരു കാലഘട്ടമാണ്. മെന്റൽ ഹെൽത്ത് അവയർനെസ് സംഭവിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ അടുത്തായിട്ട് പല റിപ്പോർട്ട് വന്നിട്ടുണ്ട് മെന്റൽ ഹെൽത്ത് അവയർനെസിനെ കുറിച്ച്. അതിൽ പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടുകളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അവരിറക്കിയ റിപ്പോർട്ട് പ്രകാരം 77% ആളുകളും ഇന്നത്തെ കാലഘട്ടത്തെ ആളുകളും അവരുടെ ജീവിതത്തിൽ സ്വകാര്യ നിമിഷങ്ങൾ അവർ മാനസികമായിട്ട് വളരെയധികം തകർന്നു പോകുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ യുനെസ്കോ വന്ന റിപ്പോർട്ട് പ്രകാരം
73% സ്ത്രീകളിലും ശാരീരികമായും മാനസികമായിട്ടും അവർ വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹബന്ധങ്ങളുടെ വില എത്രത്തോളം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത്ര മനോഹരമാക്കിയിട്ടാണ് പ്രവാചകന് അവരുടെ ജീവിതം കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്, ഖിയാറക്കും നിസാഇഹി, നിങ്ങളുടെ ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളോടും നല്ല സഹവർത്തിത്വം കാണിക്കുന്നവരാണ്. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ അന്ന് പ്രവാചകന് വാക്കുകളിലൂടെ മാത്രം രേഖപ്പെടുത്തിയല്ല, മറിച്ച് ജീവിതത്തിലൂടെ നീളത് കാണിച്ചു എന്നുള്ളതാണ്. പ്രവാചകന് നമുക്കറിയാം, ആയിഷ ബീവിയോടൊപ്പം കായിക ഇനങ്ങളിലൊക്കെ എത്രത്തോളം മത്സരിച്ചു, ഓട്ട മത്സരമൊക്കെ സംഭവിച്ചു നടന്നിട്ടുണ്ട്. അതേപോലെ ഈ പാചകം ചെയ്യുന്ന സമയം, പാചക വേളയിലും പ്രവാചകൻ ഇടപെട്ടു എന്നുള്ളത്, ഇതൊക്കെ ജീവിതത്തിലൂടെ നീള പ്രവാചകൻ ഇങ്ങനെ സ്നേഹബന്ധത്തെ കൂട്ടിയിണക്കാൻ വേണ്ടിയുള്ള പ്രവാചകന്റെ മാതൃകകളാണ്. സ്ത്രീ വിഷയം പറഞ്ഞ സമയത്ത് എനിക്കൊരു ഓർമ്മയുണ്ട്, സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് കൽപ്പന നാരായണന്റെ ചില വരികളാണ് ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, പടുരാക്ഷസ ചക്രവർത്തി ഉടൽ മോഹിച്ചത് പടുരാക്ഷസ ചക്രവർത്തി ഉടൽ മോഹിച്ചത് എന്റെ തെറ്റാണ്, രാവണൻ എന്നെ മോഹിച്ചത് എന്റെ തകരാറാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മുന്നേ പറഞ്ഞു വെച്ചതാണ്, പക്ഷെ ആ ഒരു സേഫ്റ്റിനെസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്നേഹബന്ധം ഊഷ്മളമാക്കുന്നതിന് എന്താണ് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ എന്താണ് വെല്ലുവിളി. അപ്പോൾ പ്രവാചകൻ ചെയ്തു വെച്ച കാര്യങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്റെ മകളെ പരിഗണിച്ചു, ഭാര്യയെ പരിഗണിച്ചു, തന്റെ മുമ്പിലുള്ള അനുയായികളെ പരിഗണിച്ചു. ഇതൊക്കെ സ്നേഹബന്ധം ഊഷ്മളമാക്കുന്നതിന് പ്രവാചകൻ ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്നതിനാണ്. അപ്പോൾ അത് ഇന്നും ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുമ്പോൾ നമുക്കതൊരു പ്രചോദനം നൽകുകയാണ്. വീണ്ടും നമ്മുടെ കുടുംബത്തിലൊക്കെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി തന്നെ തീർത്തും നമ്മളെ സഹായിച്ചു എന്ന് മാത്രമാണ് നമുക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, നേതാക്കളാണ്. അവിടെയാണ് പ്രവാചകന്റെ നേതൃത്വത്തെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരു നേതാവ്, ഒരു ലീഡർഷിപ്പ് എങ്ങനെയാണ് കൈവരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിലപാടുകൾ എടുക്കേണ്ടതെന്ന് പ്രവാചകന്റെ ജീവിതത്തിലുടനീളമാണ് കാണിച്ചിട്ടുള്ളത്. അത് വാഗ്ദാനത്തിലൂടെ മാത്രമായിരുന്നില്ല. പ്രവാചകൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രവാചകന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ എപ്പോഴും രേഖപ്പെടുത്താറുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത് സെർവന്റ്, നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു സേവന മനോബോധം കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ്, സെർവന്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്ന കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൊക്കെ വളരെ വിപുലമായിട്ട് എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉപയോഗിച്ചെന്നാണ് പുതിയ രാഷ്ട്രീയക്കാരെ, നമുക്ക് വളരെ റിനോവായിട്ടുള്ള രാഷ്ട്രീയക്കാരെന്താണ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചിട്ട് തന്നിട്ടുള്ളതാണ് ഒരു നേതൃത്വപരമായിട്ടുള്ള മാതൃക എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മള് രാഷ്ട്രീയത്തിന്റെ ദിശകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് വളരെ വൾഗറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്താണ് രാജ്യത്തിന്റെ മൂലധനായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ എന്താണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ജനങ്ങളുടെ അവകാശങ്ങൾ എന്താണ് നീരെടുക്കുന്നില്ല, നീതി നടപ്പാക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ പ്രവാചകര് പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കാണാൻ സാധിക്കുന്നത്, പ്രവാചകർക്ക് പറയുന്നുണ്ട് എന്റെ മകൾ ഫാത്തിമ കട്ടാൽ എന്താണ് അവിടെ കഴിഞ്ഞ മുറിക്കും. അപ്പൊ അത് അത്ര ഒരു നിലപാടാണ്. അപ്പൊ ഇന്ന് ആ ഒരു നിലപാട് രാഷ്ട്രീയക്കാർക്കൊന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ജനങ്ങളെ കൃത്യമായിട്ടുള്ള ഒരു ദിശയിലൂടെ എന്താണ് പ്രവാചകൻ എന്താണ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹുദൈബിയ സന്ധിയിൽ എന്താണ് ഒപ്പിട്ട അപ്പൊ ഒരു വലിയൊരു തർക്കത്തെ അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തെ തന്നെ ഒഴിവാക്കിയ ഒരു സിറ്റുവേഷനാണ്. ആ ഒരു കരാറിൽ ഒപ്പിട്ടാലും നമുക്ക് പല പ്രശ്നങ്ങളും എന്താണ് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്താണെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് അവകാശം, ഹ്യൂമൻ റൈറ്റ്സ് വരുന്നുള്ളത് തന്നെ 20-ാം നൂറ്റാണ്ടിലാണ്. 1940-കളിലാണ് അതിന്റെ സംസ്ഥാനങ്ങൾ തന്നെ ഉയർന്നിട്ടുള്ളത്. UN പ്രകാരം ഹ്യൂമൻ റൈറ്റ്സ് വരുന്നുള്ളത് ആ സമയത്താണ്. അതുപോലെ ഖിയാമത്ത് നാൾ നടക്കുന്ന സമയത്ത് എല്ലാവരും തിരക്കിലായിരിക്കും. ആ സമയത്ത് വരെ നമ്മുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നട്ടിട്ടായിരിക്കണം നാം പിന്നീട് ഓടേണ്ടത് എന്നാണ് പ്രവാചക പാഠം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതി എത്രത്തോളം മനോഹരാക്കാൻ സാധിക്കുമോ അത്രത്തോളം മനോഹരാക്കണം എന്നുള്ളത് പോലും പ്രവാചകന്റെ ജീവിതത്തിനുടനീളം കാണിച്ചു തന്നു എന്നുള്ളതാണ്. ലോക മാനവികതയുടെ വലിയൊരു പാഠമാണ് എന്താണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ ആ ലോക മാനവികത ഇന്നും ലോകത്ത് എന്താണ് വെളിച്ചമായിട്ട് നിലകൊള്ളണം. വെളിച്ചമായിട്ട് നിലനിൽക്കുന്നതിൽ പോലും വളരെ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഒരു ദാഹജലം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന് സമാധാനം എന്ന് പറയുന്നത് നീതി നടപ്പാക്കുന്നുള്ളതാണ്. ആ നീതി ഇസ്ലാമിലൂടെയാണ് എന്താണ് നടപ്പാക്കാൻ സാധിക്കും. ഇസ്ലാം അതാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ദാഹജലമായിട്ട് എന്താണ് ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ മേഖലയിലും തന്നെ ഇസ്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നീതിയുടെ വലിയ നിർഗുണമായിട്ട് എന്താണ് ഇസ്ലാമിനെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് എന്താണ് പ്രവാചക ജീവിതത്തിൽ എന്താണ് ഉടനീളം എന്താണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളത്.